ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പോൾ മാർച്ച് എൻഡ് ആയിട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ അടുത്ത മാസത്തേക്കുള്ള ബഡ്ജറ്റ് പ്രിപ്പറേഷനിലായിരുന്നു. അപ്പം ഞങ്ങളോട് വന്നാൽ പിന്നെ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. നമ്മളോട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടുത്തെ എക്സ്പെൻസുകൾ എന്തോരം വരും, നമുക്ക് ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരാളുടെയെങ്കിലും സാലറി സേവ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ എന്ത് ഏണിങ്സ് വരുന്നൊക്കെ. ഇപ്പം നാട്ടിൽ നിന്ന് വരുന്നവരെടുത്ത് നമ്മൾ ഈ ഏജൻസിക്കാർ ഒത്തിരി ഈ പറഞ്ഞ പോലെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കണക്കുകൾ പറയുന്നുണ്ട്. ആ കണക്കുകളിൽ എന്തെങ്കിലും വിശ്വാസ്യത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്. അപ്പൊ അതിലെന്തോരം സത്യം ഉണ്ടെന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം നമുക്കാദ്യം നമ്മുടെ ടോട്ടൽ എക്സ്പെൻസുകളെ കുറിച്ച് നോക്കാം. അവസാനം നമുക്ക് ഇൻകം പറയാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു എക്സ്പെൻസ് ആയിട്ട് വരുന്നത് നമ്മുടെ റെന്റ് ആണ്. ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ എടുത്തേക്കുന്നത് ഒരു 1 BHK ആണ്, 1 ബെഡ്റൂം ഫ്ലാറ്റ് ആണ്. അപ്പോ അതിൽ നമ്മളിപ്പോ ഇവിടെ കൊടുക്കേണ്ടി വരുന്നത് ഏതാണ്ട് 650 പൗണ്ടാണ് പെർ മന്ത് എന്ന് പറയുന്നത്. അത് പിന്നെ ഓരോ ഏരിയ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ടൗണിലേക്ക് സൗകര്യം അങ്ങനെ ആവുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഫെസിലിറ്റി മാറുമ്പോൾ ഇപ്പം പിള്ളേരൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇപ്പൊ 2 ബെഡ്റൂം അല്ലെങ്കിൽ 3 ബെഡ്റൂം എടുക്കേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞങ്ങൾ 2 പേര് മാത്രം ആയതുകൊണ്ടാണ് ഈ 650 എന്ന് പറഞ്ഞത്. ഇത് ഒരു 2 ബെഡ്റൂം 750 മുതൽ ഞങ്ങളുടെ ഏരിയയിലാണ് പറയുന്നത്. 750 മുതലുണ്ട്. അതിന്റെ മുകളിലേക്ക് 1000 ഒക്കെയാണ്. അത്യാവശ്യം വീടായിട്ട് എടുക്കുമ്പോ 1000 റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. 3 ബെഡ്റൂം ഒക്കെ വീടായിട്ട് വരുന്നത് ഒരു പെർ മന്ത് 650 പൗണ്ട് വെച്ചിട്ടാണ് ഇപ്പൊ ഉള്ളത്. പിന്നെ വീടിനെ സംബന്ധിച്ച് പിന്നെ വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് കൗൺസിൽ ടാക്സ്. അത് മന്ത്ലി ആണ് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത്. നമ്മളിപ്പോ ഡയറക്റ്റ് ഡെബിറ്റ് സെറ്റപ്പ് ചെയ്തേക്കാണ്. അതിപ്പം മന്ത്ലി അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയിക്കോളൂ. അത് ഏതാണ്ട് ഒരു 150 പൗണ്ടാണ് നമുക്ക് ഇവിടെ വരുന്നത്. അതും ഈ പറഞ്ഞ പോലെ കൗൺസിൽ ടു കൗൺസിൽ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഏരിയ വെച്ചിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. കൗൺസിൽ ബാൻഡുകൾ ഉണ്ട്. ആ ബാൻഡ് അനുസരിച്ചാണ് നമുക്ക് കൗൺസിൽ ടാക്സിന്റെ സ്ലാബ് വരുന്നത്. നമുക്കത് 150 പൗണ്ടാണ് ഇവിടെ. പിന്നെ വരുന്ന ഒരു ചെലവെന്ന് പറയുന്നത് ഗ്യാസ്, ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമുക്കിവിടെ പക്ഷെ ഗ്യാസ് ഇല്ല, ഫുൾ ഇലക്ട്രിക് ആണ്. ഹീറ്റിംഗ് മുതലെല്ലാം ഇലക്ട്രിക് ആണ്. നമുക്കത് വരുന്നത് നമ്മളിപ്പോ ഒരു 58 പൗണ്ടിന്റെ ഒരു ഡയറക്റ്റ് ഡെബിറ്റ് പ്ലാൻ എടുത്തേക്കുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് എമൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കൂടുതൽ ഇപ്പൊ നമ്മുടെ അടുത്ത് നിന്ന് കൂടുതലായിട്ട് പിടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഈ 58 പൗണ്ട് ഇത് കൂടുതലാണ് വരുന്നോണ്ടിരിക്കുന്നതെങ്കിൽ അവസാനം നമുക്ക് ഇത് റീഫണ്ട് പോലെ വരും, അല്ലെങ്കിൽ അവസാനത്തെ ബില്ല് അത് അഡ്ജസ്റ്റ് ചെയ്യും. കുറവാണെങ്കിൽ നമ്മുടെ അടുത്ത് പേയ്മെന്റ് അടയ്ക്കാൻ പറഞ്ഞവർ റിക്വസ്റ്റ് ചെയ്യും. ഇപ്പം അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊവൈഡറെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. ഇതിപ്പം ഞങ്ങൾ എടുത്തേക്കുന്ന ഓവോ എനർജി എന്ന് പറഞ്ഞിട്ടൊരു ടീമിന്റെ ആണ് എടുത്തേക്കുന്നത്. പലതുണ്ട്, ഒക്ടോപ്പസ്, സ്കോട്ടിഷ് പവർ, അങ്ങനെ ഒത്തിരി ടീമുകളുണ്ട്. മുന്നേ നമ്മൾ എടുത്തിരുന്നത് സ്കോട്ടിഷ് പവർ ആയിരുന്നു. അവര് നമ്മളെ കൊള്ളയടിച്ചോണ്ടിരുന്നതാണ്. നമുക്ക് ഏതാണ്ട് പല പ്രാവശ്യവും 150-200 ഒക്കെ വരെ വന്നിട്ടുണ്ട് ബില്ലുകൾ 1 BHK. അപ്പോ ഓരോരുത്തരുടെയും താരിഫ് വ്യത്യാസമുണ്ട്, റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് എടുക്കണം. അപ്പൊ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഒരു പ്രൊവൈഡറിന് എടുത്തുന്ന അടുത്ത പ്രൊവൈഡറിലേക്ക് സ്വിച്ച് ചെയ്യാൻ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു പ്രൊവൈഡർ നമുക്ക് കോസ്റ്റ് കൂടുതലാണെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് നോട്ടീസ് കൊടുത്ത് അവരുടെ അടുത്ത് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോ നമുക്ക് ഏതാണ്ട് ഒരു 58 പൗണ്ട് മാക്സിമം. അത് വേരി ചെയ്തോണ്ടിരിക്കും. ഇപ്പൊ സമ്മർ സീസണിലുള്ളതല്ലോ വിന്റർ സീസണിലാക്കി വരുമ്പോ ഉള്ളത് കണക്ക് കൂട്ടാം. പിന്നെ വരുന്ന വൈഫൈ പ്രൊവൈഡർ അനുസരിച്ച് മാർക്കറ്റ്. ഇപ്പൊ നമ്മളുടെ ഏരിയയിൽ ഏത് പ്രൊവൈഡറാണ് ഏത് ബെസ്റ്റ് ഓഫർ തരുന്നതെന്ന് അനുസരിച്ചാണ്. ഇപ്പം നമ്മൾ എടുത്തേക്കുന്ന ടോക്കിന്റെ ആയിരുന്നു, അത് ഏതാണ്ട് 30 പൗണ്ട് വരും. പക്ഷെ അത് എന്താ കുറച്ച് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ആ പ്രൊവൈഡർ തന്നെയായിരുന്നു കഴിഞ്ഞ ഫ്ലാറ്റിൽ എടുത്തിരുന്നത് കൊണ്ട് നമ്മൾ അത് തന്നെ ചൂസ് ചെയ്ത്. അവരെ കൊണ്ട് വേറെ കുഴപ്പങ്ങളില്ല. അതിലെന്താ പ്രശ്നം എന്ന് വെച്ചാല് നമ്മൾ ഒരു വൈഫൈ എടുക്കാൻ നോക്കി കഴിയുമ്പോ മിക്ക പ്രൊവൈഡേഴ്സും ഓഫർ ചെയ്യുന്ന ഒരു 18 മാസത്തെ കോൺട്രാക്ട്, മിനിമം 18 മാസത്തെ കോൺട്രാക്റ്റാണ്. നമ്മൾ ശരിക്കും ഒരു വീട് എടുക്കുന്ന ചിലപ്പോ 6 മാസത്തേക്ക് 1 ഇയറിലേക്കൊക്കെ ആയിരിക്കുമല്ലോ. അതിന്റെ ഒരു ഡിഫിക്കൽറ്റി ഉണ്ട്. പിന്നെ ഇത് കൂടുതൽ പ്രൊവൈഡേഴ്സ് നമ്മളെങ്ങോട്ടും UK എവിടെയെങ്കിലും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇത് ചെയ്തു കൊടുക്കുന്നു, ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്തു കൊടുക്കുന്നു പറയുന്നു. പിന്നെ അവർക്ക് ഫെസിലിറ്റി ഇല്ലെങ്കിൽ അവര് അതിന് വേറെ ഫൈനോ കാര്യങ്ങളൊന്നും വരില്ലെന്ന് അവർ പറഞ്ഞേക്കുന്നത്. നമ്മൾ കോൺട്രാക്ട് എങ്ങനെയാ തന്നേക്കുന്നത്. അതിപ്പോ ഒരു 30 പൗണ്ട്. പിന്നെ വരുന്നത് വാട്ടർ ബില്ല്.
വാട്ടർ ബില്ല് പറഞ്ഞ പോലെ ഒരു മാസം സ്ഥിരമായിട്ട് മാസത്തിൽ വരുമല്ല നമുക്ക് ചെയ്യുന്നത്. ബാക്കി എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ അടുത്ത് വരുന്നത് ചിലപ്പോൾ 6 മാസം 3 മാസം 4 മാസം കൂടുമ്പോഴൊക്കെയാണ് വരുന്നത്. അതൊരു എമൗണ്ട് ആയിട്ട് വരിക ചെയ്യുന്നത് അത്യാവശ്യം. അതിപ്പോ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ ഏതാണ്ട് 30 പൗണ്ടൊക്കെ നമുക്ക് മാസം വരുന്നത്. അത് നമ്മുടെ യൂസ് അനുസരിച്ചാണ്. നമ്മള് ഡ്രെയിനേജിൽ എത്ര കളയുന്നു, അതുപോലെ നമ്മൾ വെള്ളമായിട്ട് എത്ര യൂസ് ചെയ്യുന്നു, എല്ലാത്തിനും കണക്കുണ്ട്. അതനുസരിച്ചാണ്. പിന്നെ അത് ഇപ്പൊ ഏറെക്കുറെ വീടിന്റെ ചെലവുകൾ ഏറെക്കുറെ തീർന്നു. റെന്റ്, വാട്ടർ ബില്ല്, അങ്ങനത്തെ ബില്ലുകൾ ഏറെക്കുറെ ഒക്കെ തീർന്നു. പിന്നെ വരാൻ പോകുന്ന ഒരു വലിയ എക്സ്പെൻസ് എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടെങ്കിൽ അത് ഞങ്ങള് വണ്ടി വാങ്ങണ ഏതാണ്ട് UK വന്നിട്ട് ഒരു 8-9 മാസം കഴിഞ്ഞിട്ടാണ്, 8-10 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി വാങ്ങുന്നത്. വണ്ടി വാങ്ങുന്നിടം വരെ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ വേറെ ഷെയർ ആയിട്ടുള്ള പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ വണ്ടി വന്നപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മുടെ എക്സ്പെൻസിൽ മാറ്റം വന്നു, കൂടുതൽ വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഇൻഷുറൻസ്, അതിന്റെ ടാക്സ്, അതിന്റെ സർവീസ്, മെയിൻ്റെനൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ലൊരു എമൗണ്ട് MOT വരും. അപ്പൊ MOTക്ക് അനുസരിച്ച് എന്തെങ്കിലും പണികളുണ്ട്. അപ്പൊ നമുക്ക് UK ക്യാഷ് ഉള്ളവർക്ക് ചെയ്യാം, പുതിയ വണ്ടിയൊക്കെ എടുത്ത് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല. നമ്മൾ അതിന് മാത്രം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോടെ വന്നല്ലാത്തതുകൊണ്ട് നമ്മളൊരു യൂസ്ഡ് വണ്ടിയെ പറ്റുള്ളൂ. ഇല്ല കുഴപ്പമില്ലാത്തൊരു യൂസ്ഡ് വണ്ടി എടുത്താലും നമുക്ക് ഈ പറഞ്ഞ പോലെ MOT കാര്യങ്ങൾ, അതിന്റെ സർവീസ് കാര്യങ്ങൾ, ടയറ് മാറ്റിയിടണം. പിന്നെ ഓരോരുത്തരുടെ ചിന്താഗതി പോലെ ഇരിക്കുമല്ലോ. ഇപ്പൊ വണ്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ഓക്കെ ആയിരിക്കും. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു പരിധി വരെ അതൊരു ഡെഡ് മണി ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഒത്തിരി പൈസ വണ്ടിയിലേക്ക് മുടക്കിയിട്ടില്ല, ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള വണ്ടികളും എടുത്തിട്ടില്ല. അപ്പൊ അത് ഇപ്പം ഇൻഷുറൻസ് പിന്നെ ഈ പറഞ്ഞ പോലെ ന്യൂ ഡ്രൈവർ ആകുമ്പോൾ ഇപ്പൊ ഗൾഫ് കൺട്രീസിനൊക്കെ വരുന്നവർക്ക് കുറച്ചുകൂടെ മെച്ചമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഡ്രൈവർ ആയിട്ട് കണക്ക് കൂട്ടില്ല. എന്നാൽ ഇപ്പൊ ഞാനിവിടെ എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ വന്നിരുന്ന 130 പൗണ്ടൊക്കെ വന്നത്. ഇപ്പം നമ്മുടെ വണ്ടിയുടെ ഇതൊക്കെ അനുസരിച്ചിരിക്കും നമ്മൾ കാര്യം, നമ്മൾ താമസിക്കുന്ന ഏരിയ, വണ്ടിയുടെ എൻജിൻ സൈസ്, വണ്ടിയുടെ സൈസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അനുസരിച്ചിരിക്കും ഈ ഇൻഷുറൻസ് വരുന്നത്. ഇപ്പൊ നമുക്ക് വരുന്നത് ഏതാണ്ട് 110 പൗണ്ടാണ് പെർ മന്ത് വരുന്നത്. പിന്നെ ടാക്സ് വരും. ടാക്സ് അതും വണ്ടി ടു വണ്ടി വേരി ആവും. നമ്മുടെ വണ്ടി ഇപ്പോൾ 1.4 ലിറ്റർ പെട്രോൾ ആയതുകൊണ്ട് നമുക്ക് ഏതാണ്ട് പെർ മന്ത് ഒരു 18 പൗണ്ടോളം വരുന്നുണ്ട് ടാക്സ്. നമ്മൾ ഇയർലി ഒറ്റ ഇതായിട്ട് അടയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് കുറവുണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ അടച്ചുകൊണ്ടാണ്. ഏറെക്കുറെ 18 to 20 പൗണ്ടൊക്കെ വരും. എന്നാൽ ചില വണ്ടികളുണ്ട് ഇപ്പോൾ 1 ലിറ്റർ അല്ലെങ്കിൽ 1.2 ലിറ്റർ ഒക്കെ എടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ 40 പൗണ്ട്സോ 30 പൗണ്ട്സ് ഒക്കെ വരുന്നുള്ളൂ ടാക്സ്. അങ്ങനെയും കണക്കൂട്ടാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പുതുതായിട്ട് വരുന്നവർക്കൊക്കെ അതാണ് കുറച്ചുകൂടെ മെച്ചം. ചെറിയ വണ്ടി 1.2 ഒക്കെ ആണല്ലോ, വലിയ മാറ്റമൊന്നുമില്ലല്ലോ. പിന്നെ അതൊക്കെയാണോ, അത് മാത്രല്ലേ വണ്ടിയുടെ എക്സ്പെൻസ്. പിന്നെ ഉള്ളത് ഫോൺ ബില്ല്. അപ്പം ഞങ്ങൾ സാധാരണ ഇപ്പം ഞാൻ സാധാരണ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടെ നെറ്റ് യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഞാൻ സാധാരണ 10 പൗണ്ടിന്റെ പാക്ക് എടുക്കാറുള്ളത്. ഇന്റർനാഷണൽ കോളും കൂടെ വേണ്ടിയിട്ടുള്ളതുകൊണ്ട് ഇന്റർനാഷണൽ കോൾ എല്ലാത്തിലും ഉണ്ട്. 5 പൗണ്ടിന്റെ ലുക്കെ ഉണ്ട്. പക്ഷെ 10 പൗണ്ടിന്റെ ഞങ്ങൾ എടുക്കാറ്. 20 പൗണ്ട് രണ്ടുപേരുടെയും കൂടെ അങ്ങനെ ഫോൺ ബില്ലായിട്ട് പോവും. പിന്നെ വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനകത്ത് വരുന്ന ഫ്യൂല്. എനിക്ക് ഫ്യൂല് വരും. ഫ്യൂല് പറഞ്ഞ പോലെ എന്തോരം ഓടുന്ന അനുസരിച്ചാണ്. പിന്നെ എൻജിൻ സൈസ് ഒക്കെ അനുസരിച്ചിരിക്കും. ഇപ്പൊ നമുക്ക് അത്യാവശ്യം ഓട്ടോ ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടോ ഉണ്ട്. നോർമലി ഒരു 200 പൗണ്ട് പെർ മന്ത് വരുന്നുണ്ട്. അത്യാവശ്യം ട്രിപ്പോ കാര്യങ്ങളൊക്കെ വരുമ്പോ അതിനനുസരിച്ച് കൂടുതൽ വരും. പിന്നെ എനിക്കും ഏതാണ്ട് ഒരു 200 പൗണ്ട് എടുത്ത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരും. കാരണം അത് സാധാരണ അത്ര ഇല്ല കേട്ടോ. നമുക്ക് 2 പൗണ്ടിനൊക്കെ 3 പൗണ്ടിനൊക്കെ നമുക്ക് ബസ് സർവീസ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഞങ്ങൾ താമസിക്കുന്നത് ഡെർബിയിലും ഞാൻ വർക്ക് ചെയ്യുന്നത് നോട്ടിംഗ്ഹാമിലുമാണ്. അപ്പം ഈ നോർമൽ ഒരു ബസ് സർവീസ് എടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1 hour 1.5 hour ട്രാവൽ ഉള്ളതുകൊണ്ട് ഞാനൊരു നോൺ സ്റ്റോപ്പ് ബസ്സാണ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതിപ്പോൾ 25 മിനിറ്റ്സ് 30 മിനിറ്റ്സിൽ എനിക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റും. അപ്പൊ അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എക്സ്പെൻസ് കുറച്ച് കൂടുതൽ. പെർ ഡേ ഒരു 10 പൗണ്ട്, അറൗണ്ട് ഒരു 10 പൗണ്ട് എനിക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഡിസ്കൗണ്ട് കിട്ടും. ബസിന്റെ ആപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഡിസ്കൗണ്ട് കിട്ടും. എങ്ങനെ പോലും ഒരു 200 പൗണ്ട് അടുത്ത പ്രതീക്ഷിക്കാം. എന്റെ ട്രാവൽ എക്സ്പെൻസ് മാത്രമായിട്ട് പോകും. പിന്നെ വരുന്നത് ഗ്രോസറി. അത് ഈ പറഞ്ഞ പോലെയാണ്, ഓരോരുത്തരും വാങ്ങുന്ന സാധനത്തിന്റെ ഉപയോഗിക്കുന്ന രീതിയിലൊക്കെ അനുസരിച്ചിരിക്കും. നമ്മൾ ആദ്യം ഫസ്റ്റ് ഷെഫീൽഡിൽ ഉണ്ടാകുന്ന സമയത്ത്
നമ്മൾ കൂടുതലും ഇന്ത്യൻ സാധനങ്ങൾ വാങ്ങാതെ ഇവിടുത്തെ സാധനങ്ങൾ ബഡ്ജറ്റ് രീതിയിൽ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കും ഒത്തിരി റേറ്റ് കുറയും. ഇപ്പൊ നമ്മൾ അത്യാവശ്യം ഇന്ത്യൻ സാധനങ്ങൾ വാങ്ങും. മീൻസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പൊ ഒരാളല്ലേ വർക്ക് ചെയ്യുന്നത്, ഏർണിങ്സ് കുറവായിരുന്നല്ലോ. അപ്പൊ ആ ടൈമിൽ കുറച്ച് നമ്മളും അത്യാവശ്യം പിടിച്ചാ നിന്നോണ്ടിരുന്നത്. പിന്നെ രണ്ടുപേരും കൂടെ മീൻസ് ഞാനും കൂടെ ഫുൾ ടൈം ചെയ്തു തുടങ്ങിയപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ ലാവിഷായത്. അതിപ്പോ അത്യാവശ്യം ഇന്ത്യൻ സാധനങ്ങൾ മലയാളി കടയിൽ പോകും, നോർത്ത് ഇന്ത്യൻ കടയിൽ പോകും. പിന്നെ നോർമൽ യൂഷ്വൽ വീക്ക്ലി പർച്ചേസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ ഈ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ചില സമയത്ത് നമുക്ക് ഇങ്ങനെ നാട്ടിലെ സാധനങ്ങളോട് കുറച്ചും കൂടെ ഒരു ടെംപ്റ്റേഷൻ കൂടുതൽ വരുമല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഈ മലയാളി കടയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അത് ആവശ്യമില്ലെങ്കിൽ കൂടി ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് വെറുതെ അങ്ങനെ മേടിക്കും. അങ്ങനെ കുറെ എക്സ്പെൻസുകൾ വരും. അപ്പൊ അതെല്ലാം കൂടെ കണക്കൂട്ടി ഏറെക്കുറെ 300 പൗണ്ട് വരും. അതിപ്പോ ഞാൻ പറഞ്ഞ പോലെ പേഴ്സൺ ടു പേഴ്സൺ വേരി ആവും. നോർമൽ രീതിക്ക്. പിന്നെ പറഞ്ഞ പോലെ ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോ അതനുസരിച്ച് മാറ്റങ്ങൾ വരും. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ഓണ പർച്ചേസ് തന്നെ 100 പൗണ്ട് വന്നു, ഗ്രോസറി മാത്രം. അപ്പൊ അതാണ് അതിന്റെ. പിന്നെ വരുന്നത് ഈറ്റ് ഔട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്ലേനിയസ് എക്സ്പെൻസുകളൊക്കെ വരുന്നത് ഞങ്ങൾ അറൌണ്ട് ഒരു 100 പൗണ്ട്സ്, ചിലപ്പോ 100 to 200 വരെ പോകും. നോർമലി കണക്ക് കൂട്ടുമ്പോ ഒരു 100 ഇടും, ചിലപ്പോ അതങ്ങ് കഴിഞ്ഞു പോകും. അതങ്ങനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു പ്ലാൻ ഇല്ലാണ്ടിരിക്കുമ്പോ ചിലപ്പോ പെട്ടെന്ന് പ്ലാൻ ചെയ്യും. ഇപ്പൊ പോവാന്ന് പറഞ്ഞാൽ അങ്ങനെ പ്ലാൻ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന എക്സ്പെൻസുകൾ. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഞാൻ വിട്ടുപോയിട്ടില്ലെന്നാണ് എന്റെ ഒരു കണക്കൂട്ട്. ഏറെക്കുറെ ഇതൊക്കെയാണ് നമ്മുടെ എക്സ്പെൻസസ്. ഇത് എല്ലാം കൂടെ ഏറെക്കുറെ ഒരു പിന്നെ പറഞ്ഞ പോലെ വണ്ടി ഇപ്പൊ എത്ര വരും? 1878. ഒരു 1900 നമുക്ക് കൂട്ടാം. 1900 പൗണ്ട് വരും. പിന്നെ ഈ പറഞ്ഞ പോലെ വണ്ടി നമ്മുടെ കയ്യിലിരിക്കും തോറും അതിന്റെ അപ്പൊ വണ്ടിയുടെ MOT വരുന്ന കാര്യമോ അല്ലെങ്കിൽ വണ്ടിയുടെ സർവീസ് വരുന്ന കാര്യം ഒന്നും കണക്കൂട്ടില്ല. ഒരു പെർ മന്ത് 20 പൗണ്ട് ഒക്കെ ആവറേജ് നമുക്ക് കണക്കൂട്ടാൻ വണ്ടിയിൽ മിനിമം. വേറെ പണിയൊന്നും വന്നില്ലെങ്കിൽ കൂടിയും ഒരു അത്യാവശ്യം ചെറിയൊരു ഓയിൽ ചേഞ്ച്, ഒരു നോർമൽ സർവീസ്, ഒരു ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യലോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് അതാണ്ട് പെർ മന്ത് 20 പൗണ്ട്. വർഷത്തിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരുള്ളൂ മാക്സിമം സർവീസും കാര്യങ്ങളൊക്കെ. അതിപ്പോ ഒരു പെർ മന്ത് 20 പൗണ്ട് ഇട്ട് വെച്ച് കണക്കൂട്ടിയാൽ മതി. അത് ഞങ്ങൾ ഇട്ടിട്ടില്ല, അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ. ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഓരോരുത്തരെ ഷോപ്പിംഗ് കപ്പാസിറ്റി അനുസരിച്ചാണല്ലോ. ഇതിപ്പോ നമുക്കൊരു ആവറേജ് ഒരു നോർമൽ ഇപ്പൊ നമ്മളെ പോലെ ഇപ്പൊ കുട്ടികളൊക്കെ വന്നു കഴിയുമ്പോ അതിനനുസരിച്ചുള്ള ചേഞ്ച് ഇതൊന്നും ആയിരിക്കില്ല എക്സ്പെൻസ്. ഇപ്പൊ നമുക്ക് ഏറെക്കുറെ ഒരു 1900 അല്ലെങ്കിൽ 2000 പൗണ്ട് മാക്സിമം അതിൽ നമ്മുടെ എക്സ്പെൻസുകളെല്ലാം നിൽക്കും. ഇതിലും കുറച്ച് നിൽക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഇതില് ഒരുപാട് എഫിഷ്യന്റ് ആയിട്ട് ബഡ്ജറ്റ് മാനേജ് ചെയ്ത് പോകുന്നവരൊക്കെ. ഷെഫീൽഡിൽ വെച്ച് ഇതിന്റെ അല്ലേ 75% ഇതിന്റെ ഒരു 75% നമുക്ക് എക്സ്പെൻസ് വരാറുള്ളൂ. കാരണം നമ്മൾ അതനുസരിച്ച് നോക്കിയാൽ നിൽക്കാറ്. പിന്നെ നമ്മളൊരു ഷെയർ അക്കോമഡേഷനിലോ അങ്ങനെയൊക്കെ നിൽക്കുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള കുറവ് വരും. കൺസ്യൂമേഴ്സ് ഈ ഇലക്ട്രിസിറ്റിയിലും ഗ്യാസിലും അതേപോലെ ഇതിലെല്ലാത്തിലും ഷെയർ വരുമല്ലോ, പിന്നെ മാറ്റം വരും. നമുക്ക് ആ ഒരു ഫാമിലി ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ മാക്സിമം ഷെയർ നോക്കാണ്ട് 1 ബെഡ്റൂം ഫ്ലാറ്റ് ആണെങ്കിൽ സൗകര്യമായിട്ട് നിൽക്കാമല്ലോ ഓർത്തിട്ട്. അപ്പൊ നമ്മൾ അതിനുള്ള എക്സ്പെൻസ് എക്സ്ട്രാ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഏറെക്കുറെ അത്രയൊക്കെയാണ് നമുക്ക് ടോട്ടൽ ഒരു എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് ഇപ്പൊ നമ്മൾ എക്സ്പെൻസ് എല്ലാം പറഞ്ഞു തീർത്തു. ഇനിയുള്ള സൈഡ് ഇൻകം. അത് പക്ഷേ കറക്റ്റ് ഒരു എമൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് അല്ല എല്ലാ മാസവും വരിക. അത് ഡിപ്പെൻഡ് ഇപ്പൊ നമ്മളൊരു വീക്ക് ഓവർ ടൈം ചെയ്യോ അല്ലെങ്കിൽ ഇപ്പൊ അപ്പുവിനെ സംബന്ധിച്ചിടത്തോളം എനിക്കും മാറിക്കൊണ്ടേയിരിക്കും. ഒരു മാസം കിട്ടുന്നതല്ല എന്തായാലും അടുത്ത മാസം കിട്ടുന്നത്. കാരണം ഓൺ കോള് വരും, ഓൺ കോള് ചിലപ്പോൾ ഇല്ലാണ്ടിരിക്കാം. ഇപ്പൊ സ്റ്റാൻഡ് ബൈ എമൗണ്ട് വരാൻ ചിലപ്പോ അങ്ങനെ ഓവർ ടൈമുകൾ വരും. അങ്ങനെ വേരി ആയിക്കൊണ്ടേയിരിക്കും. ഒരു ബേസിക് ചിലപ്പോ ഒരു മാസം ഒന്നും ഇല്ലാണ്ടിരിക്കാം. ചിലപ്പോ ഓൺ കോളും ഇല്ല, സ്റ്റാൻഡ് ബൈ ഇല്ല, ഒന്നും ഇല്ലാണ്ടിരിക്കാം. അപ്പൊ വെറും മിനിമം എമൗണ്ട് മാത്രം, ബേസിക് സാലറി മാത്രം വരാം. കാരണം 9 to 8 to 4 അല്ലേ വർക്ക്. അപ്പൊ അതിന്റെ മിനിമം സാലറി മാത്രം വരാം ചിലപ്പോ. അങ്ങനെ വേരി ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ NHS സാലറി കുറവാണ്. പുറത്ത് പ്രൈവറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്നതിനേക്കാളും ഒത്തിരി താഴെയാണ് നമുക്ക് സാലറി കിട്ടുന്നത്. അതിന്റെ വ്യത്യാസമുണ്ട്. ഏറെക്കുറെ ഒരു മീൻസ് ഒരു ബേസിക് ഇട്ടെന്ന് സംസാരിക്കുവാണെങ്കിൽ ഒരു 3500 രണ്ടുപേർക്കും കൂടെ. മീൻസ് ആഫ്റ്റർ ടാക്സ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ടാക്സും കൂടെ കഴിഞ്ഞിട്ട് ടാക്സിന് മുന്നുള്ള പറഞ്ഞിട്ട് കാര്യമില്ല. ടാക്സ് തന്നെയും കട്ട് ചെയ്ത് കഴിയുമ്പോ വലിയ മാറ്റം വരുമല്ലോ. ഏറെക്കുറെ അത്രയും കൈ കിട്ടും. എങ്ങനെ പോയാലും ഇപ്പൊ രണ്ടുപേരും ഫുൾ ടൈം ഒക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം ഒരു മീൻസ് എക്സ്പെൻസ് കഴിഞ്ഞിട്ട് നമുക്ക്
ഒരു ഡിപ്പെൻസ് ആണ് 1000 ഓരോരുത്തരുടെ അനുസരിച്ചാണ് 1000 എമൗണ്ടെങ്കിലും സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. പറ്റേണ്ടതാണ്. മീൻസ് സേവ് ചെയ്യാന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ എക്സ്പെൻസ് കഴിക്ക് പിന്നെ ബാക്കി ഇതിന്റെ കഴിക്കിട്ട് അകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ സ്റ്റുഡന്റ് ലോണുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ ഡിപ്പെൻസ് ആണ് ഓരോരുത്തരുടെയും സിറ്റുവേഷൻസ് അനുസരിച്ചാണ്. ഇപ്പൊ നാട്ടിൽ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അതിലേക്ക് അവർക്ക് കൊടുക്കേണ്ട എമൗണ്ട് അങ്ങനെ കുറെ മാറ്റങ്ങളുണ്ട്. ഇപ്പൊ രണ്ടുപേരും കൂടെ ഇവിടെ വന്ന് നിന്നാ ഒരാളുടെയെങ്കിലും സാലറി സേവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരാളുടേത് എന്തായാലും ഫുള്ള് എക്സ്പെൻസ് ആയിട്ട് തന്നെ പോകും. ഒരാളുടെ എല്ലാം പോകുള്ളൂ, അതിൽ കൂടുതൽ പോകും. ഒരാളുടെ സാലറി എന്തായാലും എക്സ്പെൻസ് ആയിട്ട് പോകും. പിന്നെ അടുത്ത ആളുടെ ചിലപ്പോൾ കുറച്ചും കൂടെ അതിനകത്തേക്ക് അത് ഡിപ്പെൻസ് നമ്മളെ എവിടെ വർക്ക് ചെയ്യുന്നത്, ഏത് ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്, അതൊക്കെ അനുസരിച്ചിരിക്കും. അത്യാവശ്യം നല്ലൊരു പോസ്റ്റിലാണ് പ്രൈവറ്റിലൊക്കെ ആണെങ്കിൽ പ്രൈവറ്റിൽ നല്ല എഞ്ചിനീയർക്കൊക്കെ നല്ല സാലറി ഉണ്ട്. അപ്പ് ചെയ്തോണ്ടിരിക്കുന്ന ഈ എന്റെ സെയിം ജോബ് പുറത്താണെങ്കിൽ ഏതാണ്ട് ഡബിളാ, അതെ ഏറെക്കുറെ ഡബിളാ സാലറി. പിന്നെ അല്ലെങ്കിൽ 1.5 എങ്കിലും ഉണ്ട്. അപ്പം നമ്മൾ NHS നിൽക്കുമ്പോ അതിന്റേതായ പോരായ്മകളുണ്ട്. പിന്നെ വർക്ക് വൈസ് ചിന്തിക്കുമ്പോ ഉള്ള ഒരു ബെനിഫിറ്റും പിന്നെ നമുക്ക് വിസ കിട്ടാൻ കൺസേൺ ഉള്ളത് കൊണ്ടും പലയിടത്തും പ്രൈവറ്റിൽ സാലറി ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ പോലും വിസ കൊടുക്കാതെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പൊ ഇത് ആർക്കെങ്കിലും ഒക്കെ കുറച്ചു പേർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മൾ ഒരുപാട് അങ്ങനെ പ്രിപ്പയർ ചെയ്തൊരു വീഡിയോ അല്ല. ഇത് നമ്മുടെ എല്ലാ മാസത്തെ ഒരു കലാപരിപാടിയാണ്. എല്ലാ മാസത്തിന്റെ നെക്സ്റ്റ് മന്തിലേക്കുള്ള എക്സ്പെൻസുകൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ സാലറി ഡിവൈഡ് ചെയ്യാന്ന് പറയുന്നത്. എന്നാലും ഒരു മനസുഖം. അതിന് വേണ്ടിട്ട് എല്ലാ മാസവും കണക്ക് കൂട്ടും. വെറുതെ രസം. അപ്പൊ കുറച്ചു പേർക്ക് ഇങ്ങനെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.